കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ ശ്രീ ചാണ്ടി ഉമ്മനാണ് ദ ടേപ്പ് മലയാളത്തിൽ ഇന്ന്. സ്വാഗതം. നമസ്കാരം. നല്ല ചൂടാണല്ലേ മൊത്തത്തിൽ? കുഴപ്പമില്ല. പക്ഷേ കർണാടകത്തിലെ സ്ഥിതി അങ്ങനെയല്ല. കർണാടകത്തിൽ ചൂട് കുറച്ചും കൂടെ കൂടുതലാണ്. അത് ഇലക്ഷൻ്റെ ചൂടാണെന്ന് മാത്രം. എങ്ങനെയാണ് ഇത്തവണ ഇലക്ഷൻ്റെ ചുമതല ഉണ്ടോ സാറിന്? ഞാനിവിടെ കർണാടകത്തിലെ ബൊമ്മനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ഷൻ്റെ ചാർജ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓ ശരി. അപ്പോൾ നമുക്ക് രാഷ്ട്രീയപരമായി സംസാരിക്കുവാണെങ്കിൽ വളരെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പദയാത്ര വളരെയധികം ജനശ്രദ്ധ നേടി. ആ ജനശ്രദ്ധ നേടിയ പദയാത്ര ഭാരത് ജോഡോ യാത്ര എന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ യാത്രയായിരുന്നു. ആ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ മാറുന്ന കാലഘട്ടത്തിൽ ആ യാത്രയുടെ പ്രാധാന്യം എന്തായിരുന്നു? എൻ്റെ ഏറ്റവും വലിയ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാനിന്ന് കരുതുന്നത് ഭാരത യാത്രികൻ എന്നുള്ളതാണ്. കാരണം കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ നടക്കുവാനുള്ള ഭാഗ്യം, അത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്തിട്ടുള്ള മഹാമുനിമാരും ഋഷിമാരും അതേപോലെ തന്നെ അതിനുശേഷമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ഈ രാജ്യത്തിലൂടെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചവരാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ച വ്യക്തിയാണെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ യാത്രയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു, ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുക, ഈ രാജ്യത്തെ ഒന്നാക്കുക, ഈ രാജ്യം നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക. ഇത് പുതിയൊരു മെസ്സേജ് അല്ല. ഞാൻ പറഞ്ഞതുപോലെ എത്ര വർഷം ഈ രാജ്യത്തിൻ്റെ സംസ്കാരമുണ്ടോ ആ രാജ്യത്തിൻ്റെ സംസ്കാരം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ലോകത്താരും ചിന്തിക്കാത്തപ്പോൾ ഈ രാജ്യം ലോകത്തോട് പറഞ്ഞു നമ്മളെല്ലാം ഒന്നാണ്. ആ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് പിന്നെ നമ്മുടെ ഭരണഘടന വരുന്നത്. ആ ഭരണഘടന സംരക്ഷിക്കുകയും ആ ഭരണഘടനയിൽ ഈ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ യാത്രയാണ് ഈ യാത്ര. ആ യാത്രയിൽ, ആ പദയാത്രയിൽ ഉടനീളം ചെരുപ്പ് ഉപേക്ഷിച്ച് നഗ്നപാതനായി നടന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ദുഷ്കരമായിരുന്നു? അല്ല, ഞാൻ ആക്ച്വലി തുടങ്ങിയപ്പോൾ ഷൂസ് ഇട്ട് തന്നെയാണ് തുടങ്ങിയത്. കൊല്ലത്തെത്തുന്നതിന് മുമ്പ് ചാത്തന്നൂർ തൊട്ട് കൊല്ലം വരെയാണ് ഞാൻ ആദ്യമായിട്ട് ചെരുപ്പ് ഉപേക്ഷിച്ചത്. അത് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി സൗകര്യമായിട്ട് തോന്നി. ചെരുപ്പില്ലാതെ പോകുന്നതാണ് യാത്രയ്ക്ക് സൗകര്യം. കാരണം മറ്റേത് ചെരുപ്പിടുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഒപ്പം രാജ്യത്തിന് വേണ്ടി ഒരാൾ നടക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാനങ്ങനെ ചെയ്തതാണ്. പിന്നെ അങ്ങോട്ട് പക്ഷേ തണുപ്പായിരുന്നു കൂടുതൽ സഹിക്കാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയും. ചൂടിനെക്കാട്ടിൽ തണുപ്പത്ത് നടക്കാൻ ചില സ്ഥലങ്ങൾ വളരെ ബുദ്ധിമുട്ട് വന്നു. എങ്കിൽ പോലും പ്രകൃതി ഞങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. കാലാവസ്ഥ ഒരു പരിധി വരെ ഞങ്ങളുടെ ഒപ്പമായിരുന്നു. വെച്ചാൽ അവസാനത്തെ ദിവസം ശ്രീനഗറിലെ നടപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു 2 വർഷം മുമ്പ് വരെ ഇവിടെ ഇത്ര പൊക്കത്തിൽ ഐസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ തുടക്കത്തിൽ അന്നത്തെ ദിവസം രാവിലെ തുടക്കത്തിൽ തണുപ്പുണ്ടെങ്കിലും 1 മണിക്കൂർ കഴിഞ്ഞപ്പം തണുപ്പ് മാറി. അപ്പം അവിടെയും ചെരുപ്പില്ലാതെ നടന്നു. അടുത്ത ദിവസം കനത്ത മഞ്ഞ് വീഴ്ചയാണ്. ഇപ്പോൾ തലേ ദിവസമാണെന്നെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, 10 മിനിറ്റ് പോലും നടക്കാൻ പറ്റില്ല. പക്ഷേ അപ്പം ഞാൻ കരുതുന്നത് പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ബാംഗ്ലൂർ കർണാടകത്തിൽ കടന്നു വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, ഇത് ശരി, ഇവിടെ കുഴപ്പമില്ല, റൈച്ചൂർ 49-50 ഡിഗ്രിയാന്ന് പറഞ്ഞു, അവിടെ എങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പ്രകൃതി അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ റൈച്ചൂരിൽ ചെന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യുകയായിരുന്നു. അപ്പം അതെൻ്റെ മുന്നിൽ ഈ യാത്രയുടെ സന്ദേശം പ്രകൃതി പോലും എന്താ പറയുക ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നടന്നു. ഈ സമയത്ത് എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം ലഭിച്ചു. ഇതിൽ ഏറ്റവും സന്തോഷകരമായി അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സ്വീകരണത്തെ പറ്റി പറയാമോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ കന്യാകുമാരി മുതൽ കശ്മീർ വരെ രാഹുൽ ഗാന്ധിക്കും ഈ യാത്രയ്ക്കും കൊടുത്ത സ്വീകരണം ഞാൻ മറക്കില്ല. പ്രത്യേകിച്ച് കർണാടകത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ അവിടെ കുട്ടികൾ കാണിച്ച ആവേശം, അത് വലിയൊരു ആവേശമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്തുകൊണ്ട്? കാരണം എൻ്റെ ജനറേഷനോ അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള ജനറേഷനോ അവർ സ്വാതന്ത്ര്യ സമരം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയെ പറ്റി കേൾക്കുകയും ഞാൻ രാജീവ് ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അവർ എന്താ പറയുക, മില്ലേനിയൽസും അല്ല, ന്യൂ ജനറേഷൻ. മില്ലേനിയൽസ് എന്ന് പറഞ്ഞാൽ 2000s അതിനും ശേഷമുള്ളവരാണ്. അവർക്ക്
ഇന്നൊരു മാധ്യമവും കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള വികാരം. അപ്പോൾ കോൺഗ്രസ് പാർട്ടി കൊടുത്ത കോൺട്രിബ്യൂഷനോ ഗാന്ധി നെഹ്റു കുടുംബം കൊടുത്ത കോൺട്രിബ്യൂഷനോ ഒന്നും അവർക്ക് അങ്ങനെ അറിയാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. പക്ഷെ എന്നിട്ട് പോലും ആ കുട്ടികൾ, കൊച്ചുകുട്ടികൾ തൊട്ട് എന്താ പറയുക, ഒരു 18 ഇയേഴ്സ് വരെ ഉള്ളവർ കാണിച്ചൊരു ആവേശം, അത് അൺബിലീവബിളാണ് എന്നെ സംബന്ധിച്ച്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തി ഈ രാജ്യത്തിന് വേണ്ടി സ്വയം ജീവിതം അർപ്പിക്കുമ്പോൾ അത് കണ്ടില്ല എന്നടിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള തെളിവാണ്. അപ്പോൾ കുട്ടികൾ കൊടുത്ത ഒരു അപ്രീസിയേഷനാണ് ഈ ജാഥയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ വിലയിരുത്തൽ. കാരണം ഈ നാടിന് വേണ്ടി ഒരാൾ നടന്ന് പോകുന്നു, നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് കുട്ടികളാണ് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തത്. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് രാജസ്ഥാനിൽ, മധ്യപ്രദേശ് കഴിഞ്ഞ് രാജസ്ഥാനിൽ ചെല്ലുമ്പോൾ എനിക്ക് അത്രയും ഒരു ശരീര സുഖമില്ല. അപ്പോൾ യാത്ര രാഹുൽ ഗാന്ധി 6 മണിക്ക് തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തണുപ്പാണ്, അതിനോടൊപ്പം എനിക്ക് ശാരീരിക സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം 2 മണിക്കൂർ താമസിച്ച് തുടങ്ങാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ യാത്രയ്ക്ക് 2 മണിക്കൂർ പുറകിലാണ്. അപ്പം അങ്ങനെ രാജസ്ഥാനിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 40ഓളം കുട്ടികൾ രാഹുൽ ഗാന്ധി സിന്ദാബാദ്, കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് ഇത് തന്നെ വിളിച്ചുകൊണ്ട് ഒരു കാർഷിക പാഠത്തിലൂടെ അവർ വിളിച്ചുകൊണ്ട് പോവുക. ആരുമില്ല, മുതിർന്നവരാരുമില്ല. അവർ കോൺഗ്രസ് പാർട്ടിയുടെ കൊടിയും പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പോവുക. അപ്പം യാത്ര പോയി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാണ് യാത്ര പോയി കഴിഞ്ഞു. ഇത് ദൂരമുള്ളൊരു പാടത്തവിടെ. അപ്പോൾ അവരിങ്ങനെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ ഇവിടെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ അതൊരു മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ കുട്ടികൾ കൊടുത്തൊരു സ്വീകരണം, അത് ഈ വരുന്ന തലമുറയിൽ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഒരുമയുടെ വലിയ സന്ദേശം എത്തിയിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഭാരത് ജോഡോ യാത്രയെ പറ്റി പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്നൊരാളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. തീർച്ചയായും രാഹുൽ ഗാന്ധി എന്ന ആൾ ഇപ്പോൾ വീണ്ടും പത്രങ്ങളുടെ തലക്കെട്ടായി മാറുകയാണ്. കാരണം 2019 കോലാറിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ വയനാട്ടിൽ നിന്നും 4.25 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൻ്റെ വോട്ടിൽ വിജയിച്ച ആ മനുഷ്യനെ അയോഗ്യനാക്കിയിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണോ? തീർച്ചയായിട്ടും ഒരു ശരിയായ പ്രവണതയല്ല ഈ കണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പീല് സെഷൻസ് കോർട്ട് തള്ളിയിരിക്കുന്നു വാർത്ത വന്നിരിക്കുന്നു. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് അദ്ദേഹം കുറച്ച് ഫാക്റ്റ് പറഞ്ഞിട്ട് ലോജിക്കൽ അസംഷനിലേക്ക് അതിനെ എത്തിക്കുകയാണ്. ഇതിനകത്തുള്ള പ്രശ്നം പലരും ഡിഗ്രി ക്ലാസ്സസിന് പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഡിഗ്രിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ലോജിക്ക് പഠിപ്പിക്കും, ഫിലോസഫി പഠിപ്പിക്കും. ഫിലോസഫിയുടെ പാർട്ടാണ് ലോജിക്ക്. ആ ലോജിക്കിൽ ഈ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ബേസിക്കായിട്ടൊരു അസംഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ട എല്ലാവരും കള്ളന്മാരെന്നല്ല, എന്താണ് ഇവരെല്ലാം ഇങ്ങനെ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ ഉന്നയിച്ചു. അപ്പോൾ അതിനെന്താ, രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തിരിക്കുക. ഇതൊക്കെ എന്നിട്ട് കൊടുക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ ഒറ്റ ദിവസം കൊണ്ട് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുന്നു, വീട് മാറണമെന്ന് പറയുന്നു. ഇപ്പം സെക്യൂരിറ്റി പിൻവലിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് പിൻവലിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ കേസ് വളരെ മുമ്പ് തന്നെ കേസ് ഫയൽ ചെയ്തതാണ്. പക്ഷെ അതിൽ ആ കേസിനെ സമീപിച്ചതിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടോ? അല്ല, കേസിനകത്ത് കേസ് കൊടുത്ത ആൾ കൊണ്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവത്തില്ല. ഈ കേസ് കൊടുത്ത ആൾക്ക് എന്താ ആവശ്യം? ഏറ്റവും കൂടുതൽ കേസ് കൊടുത്ത ആൾക്ക് ഏറ്റവും ആവശ്യം പെട്ടെന്ന് നീതി കിട്ടണമെന്നല്ലേ. ഇത് അങ്ങനെ ഒരാൾ കൊണ്ട് സ്റ്റേ കൊടുക്കുകയും പ്രത്യേക ഒരു സാഹചര്യം നമ്മൾ സ്റ്റേ സ്വയം നീക്കുകയും ചെയ്യുന്നു. സാഹചര്യം എന്താ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പെട്ടെന്നൊരു സ്റ്റേ കൊടുക്കുന്നു, സ്റ്റേ നീക്കുന്നു, പിന്നെ ശിക്ഷ വരുന്നു. ഇതൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടൊരു കാര്യമായിട്ട് കരുതുന്നില്ല. ശരി. ഇപ്പോൾ ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് മാറി മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ കാലത്ത് പുത്തിരിയല്ല. പക്ഷെ വളരെ മുമ്പ് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. ഒരാൾ ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ഒരാളെ മരണം വരെ ആ പാർട്ടിയിൽ തന്നെ തുടർന്ന് പോകുന്ന പ്രവണത. പക്ഷേ ഈ ഇടയ്ക്കായി കണ്ടുവരുന്ന ഏറ്റവും പുതിയൊരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഒരാൾക്കൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ മാറുന്നു, ഒരു അഭിപ്രായ വ്യത്യാസം വന്നെങ്കിൽ മാറുന്നു.
ഏറ്റവും വലിയൊരു ഉദാഹരണമായി നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി, അദ്ദേഹം വളരെ മുമ്പ് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു BBC ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം BJP-യിലേക്ക് മാറുകയാണ് ചെയ്തത്. പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ ഒരു മാറ്റം? അല്ല, ഓരോ വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യം അവരെടുക്കുന്നതിൽ എനിക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. ഇല്ല, അത് അവരുടെ രീതി അങ്ങനെയാണ്, അതിന് ഒരു പ്രശ്നമില്ല, അവരെടുത്തോട്ടെ. പക്ഷേ എടുത്തപ്പോൾ ചില കാര്യങ്ങൾ മറന്നുപോയി. ഈ രാജ്യത്തിനോട് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പാവപ്പെട്ടവന് വേണ്ടി നിലകൊണ്ട പാർട്ടി ഏതാണെന്ന് മറന്നുപോയി. അതാണ് ഇതിൻ്റെ ഖേദം. പക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷ വന്നിരുന്നോ? അദ്ദേഹം പാർട്ടി മാറും എന്നൊരു ചിന്ത വന്നിരുന്നോ? നമുക്കങ്ങനെ അറിയാം, ഓരോരുത്തരുടെ തീരുമാനമല്ലേ. ഇതിനുശേഷം അദ്ദേഹം ബന്ധപ്പെടുകയോ? ഞാൻ സംസാരിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിഗ്രി സെന്റ് സ്റ്റീഫൻസിലായിരുന്നു ഡിഗ്രി പൂർത്തിയാക്കിയത്. രാഷ്ട്രീയപരമായ ഒരു ചുവടുവെപ്പ് അവിടെ നിന്നാണോ തുടങ്ങിയത്? അങ്ങനെയല്ല, ഞാൻ 2000 തൊട്ട് ആക്റ്റീവാണല്ലോ. 2000-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഞാൻ പ്രചരണ രംഗത്തുള്ള വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ 91 തൊട്ട് ഞാൻ രാഷ്ട്രീയ പരിപാടികളിൽ പോകുമായിരുന്നു. 91 ഞാൻ തീരെ ചെറുപ്പമാണ് എങ്കിൽ പോലും അന്ന് രാജീവ് ഗാന്ധി ഇവിടെ തിരുവനന്തപുരത്ത് അവസാനം സെക്കൻഡ് ലാസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു വരുന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് പൂച്ചൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 96-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ മീറ്റിങ്ങിൽ പോയിട്ടുണ്ട്. 98-ലെ തെരഞ്ഞെടുപ്പിന്, 99-ലെ തെരഞ്ഞെടുപ്പിന് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ 98-ലെ തെരഞ്ഞെടുപ്പിന് ഞാൻ പ്രചരണത്തിൽ കാണാൻ പോയിട്ടുണ്ട്. 2000 തൊട്ട് ആക്റ്റീവായിട്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇന്ത്യ ഒട്ടുക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാം ഞാൻ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, അതായത് ഉമ്മൻചാണ്ടി എന്ന ആൾ കേരള മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഡിഗ്രി പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ എന്ന പ്രിവിലേജ് ലഭിച്ചിരുന്നോ? ഞാൻ പഠിച്ചത് ഡൽഹിയിലാണല്ലോ. അതെ. അപ്പോൾ ഡൽഹിയിൽ പഠിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമല്ല നോർത്തിലെ. അവരെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മളെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തുല്യരിലുള്ള ഒന്നാമെന്നേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ രാഷ്ട്രീയത്തിലേക്ക്? ഇല്ല, അങ്ങനെ സപ്പോർട്ടോ ഇല്ലയോ ഉണ്ടോ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അച്ഛനുമായിട്ട് രാഷ്ട്രീയപരമായി എന്തെങ്കിലും ഒരു ഭിന്നത സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നമുക്കിപ്പം വീട്ടിൽ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും യോജിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാം യോജിക്കണമെന്നില്ല. പക്ഷെ യോജിപ്പുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു കുടുംബം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഗ്രൂപ്പുകൾ പലതരത്തിലുണ്ട്. A ഗ്രൂപ്പുണ്ട്, I ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് ഇല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ എന്നുള്ള ഒരാളെ പറ്റി ചിന്തിക്കുമ്പോൾ ശരിക്കും കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ? എനിക്കൊരു ഗ്രൂപ്പും ഇല്ല. ഇല്ല, കോൺഗ്രസ് ആണ് എൻ്റെ ഗ്രൂപ്പ്. തീർച്ചയായിട്ടും.